Good morning. Today we are going to discuss about vernalization. Vernalization is a low temperature treatment or cold treatment of seedlings or germinating seeds to increase the flowering and fruiting abilities of plants. വെർണലൈസേഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ജെർമിനേറ്റിംഗ് സീഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഫ്ലവറിങ് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് എബിലിറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വെർണലൈസേഷൻ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഇറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ പ്രീ കണ്ടീഷനിങ് ടു എൻഷുർ ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ്. ഒരു പ്രീ കണ്ടീഷനിങ് മെക്കാനിസമാണ് വെർണലൈസേഷൻ എന്ന് പറയുന്നത്, ഏർലി ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. വെർണലൈസേഷൻ ഇസ് ജനറലി കോൾഡ് ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ്. വെർണലൈസേഷൻ നമ്മൾ ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് എന്നും പറയാറുണ്ട്. Many plants, including winter cereals, will not flower unless they are subjected to chilling early in their life. ചില പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് വിൻ്റർ സിറിയൽസ് ഫ്ലവർ ചെയ്യണമെങ്കിൽ അവരെ ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് അവരുടെ ലൈഫ് സ്പാനകത്ത് ഏർലിയർ ടൈമിൽ ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർ ഫ്ലവർ ചെയ്യുള്ളൂ. വെർണലൈസേഷൻ റിക്വയർസ് 3 എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. വെർണലൈസേഷൻ നടക്കണമെങ്കിൽ 3 എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വേണം. ഫസ്റ്റാണ് they are very low temperature, free oxygen supply and sufficient water availability. ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ വേണം, അതുപോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ അവൈലബിലിറ്റിയും വേണം. സോ വെർണലൈസേഷൻ ഇസ് നോട്ട് പോസിബിൾ വിത്ത് ഡ്രൈ സീഡ്സ് ആൻഡ് ഓൾസോ ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ. സോ ഡ്രൈ സീഡ്സിനകത്ത് വെർണലൈസേഷൻ പറ്റില്ല. അതുപോലെ തന്നെ വാട്ടറോ ഓക്സിജനോ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെയും വെർണലൈസേഷൻ നടക്കില്ല. Many species, especially many biennials and perennials, are induced to flower by low temperature. ബൈനിയൽസിനെയും പെർനിയൽസിനെയും ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്താൽ മതി. ലയസ്കോ in 1938 used the term vernalization for low temperature promotion of flowering in plants. ലയസ്കോ 1938 വെർണലൈസേഷൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തത് ലോ ടെമ്പറേച്ചറിൽ ഫ്ലവറിങ് നടക്കുന്നതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The low temperature required for flowering was first noticed by Klippart in 1857 while working with 2 varieties of wheat, namely winter wheat and spring wheat. ഇനി ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ഫ്ലവറിങ്ങിന് വേണം എന്ന് ആദ്യം നോട്ടീസ് ചെയ്ത ക്ലിപ്പാർട്ടാണ് 1857. അദ്ദേഹം 2 വെറൈറ്റീസ് ഓഫ് വീറ്റ്, സ്പ്രിംഗ് വീറ്റും അതുപോലെ വിൻ്റർ വീറ്റുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ് നടക്കും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായത്. Winter wheat is sown in winter and it produces flowers in summer. Spring wheat is sown in spring and it produces flowers in summer. വിൻ്റർ വീറ്റ് വിൻ്റർ സീസണിലാണ് സോ ചെയ്യുന്നത്, അത് സമ്മർ സീസണിലാണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പ്രിംഗ് വീറ്റും സ്പ്രിംഗ് സീസണിലാണ് സോ ചെയ്യുന്നത്, അതും സമ്മർ സീസണിലാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹി ഒബ്സർവ് ദാറ്റ് ഇഫ് ദ ജെർമിനേറ്റിംഗ് സീഡ്സ് ഓഫ് വിൻ്റർ വീറ്റ് ആർ എക്സ്പോസ്ഡ് ടു ലോ ടെമ്പറേച്ചർ ദേ ക്യാൻ ബിഹേവ് ആസ് സ്പ്രിംഗ് വീറ്റ്. ഇനി ജെർമിനേറ്റിംഗ് സീഡ്സ്, വിൻ്റർ വീറ്റിൻ്റെ ജെർമിനേറ്റിംഗ് സീഡ്സിനെ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പ്രിംഗ് വീറ്റായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ വിൻ്റർ വീറ്റ് റിക്വയർസ് എ ലോ ടെമ്പറേച്ചർ എക്സ്പോഷർ ഫോർ സബ്സിക്വൻറ്റ് ഫ്ലവറിങ്. 0 മുതൽ 5 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൻ്റർ വീറ്റ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും എന്നുള്ള കാര്യം ക്ലിപ്പാർട്ട് നോട്ടീസ് ചെയ്തു. In nature, the plants requiring vernalization commonly behave as biennials. Biennials complete their life cycle in 2 years. നേച്ചറിൽ വെർണലൈസേഷൻ സാധാരണയായിട്ട് ബൈനിയൽസ് ആണ് കാണിക്കാറുള്ളത്. ബൈനിയൽസ് അവരുടെ ലൈഫ് സൈക്കിൾ 2 years ആകുമ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. They germinate and grow vegetatively in the first year and produce flowers in the second year of growth. അവർ ജെർമിനേറ്റ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലും ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലുമാണ്. ദീസ് പ്ലാന്റ്സ് ഫുൾഫിൽ ദർ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് വിൻ്ററിലാണ് അവരവരുടെ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നത്. ഇഫ് എ ബൈനിയൽ ഇസ് മെയിൻറ്റെയിൻ ഇൻ ദ ഗ്രീൻ ഹൗസ് വിത്തൗട്ട് എ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഇറ്റ് വിൽ ഗ്രോ വെജിറ്റേറ്റീവ്ലി ഫോർ ഇയേഴ്സ്. ബൈനിയലിനെ നമ്മൾ ഗ്രീൻ ഹൗസിൽ തന്നെ കുറേ കാലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആയിരിക്കും കാണിക്കുക. വെർണലൈസേഷൻ സ്റ്റിമുലസ്. In most plants, the site of cold stimulus is a meristematic region of the bud. മിക്ക പ്ലാന്റ്സിനകത്തും കോൾഡ് സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്ന ബഡിൻ്റെ മെരിസ്റ്റമാറ്റിക് റീജിയനാണ്. ഇൻ ദോസ് പ്ലാന്റ്സ് വേർ എ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീഡ് ഇസ് ഇഫക്റ്റീവ്. എക്സ്പെരിമെൻറ്റ്സ് വിത്ത് എക്സൈസ്ഡ് എംബ്രിയോ ഹാവ് ഷോൺ ദാറ്റ് ദ അപ്പെക്സ് ഓഫ് ദ എംബ്രിയോ ഇസ് എ സൈറ്റ് ഓഫ് സ്റ്റിമുലസ് റിസെപ്ഷൻ. ഇനി ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് എഫക്റ്റീവായിട്ട് ജെർമിനേറ്റ് അല്ലെങ്കിൽ സീഡ് എഫക്റ്റീവായിട്ട് ഫ്ലവർ ചെയ്യുമെന്ന് കാണിച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് വെച്ച് എംബ്രിയോനെ അതിൽ നിന്ന് എക്സൈസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ
അപ്പെക്സ് ഓഫ് ദി എംബ്രിയോ ആണ് സാധാരണയായിട്ട് സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് ഫ്ലവറിംഗ് ഒക്കേർഡ് വെൻ മെരിസ്റ്റമാറ്റിക് സെൽസ് ഓഫ് ദ പ്ലാന്റ്സ് വർ എക്സ്പോസ് ടു ലോ ടെമ്പറേച്ചർ. ഫ്ലവറിംഗ് നടന്നത് പ്ലാന്റിലെ മെരിസ്റ്റമാറ്റിക് സെൽസ് ലോ ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. They also have been demonstrated, this has also been demonstrated by grafting vernalized plant parts to an unvernalized plant. ഇത് നമ്മൾ വേറെ രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വെർണലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാൻ പാർട്ടിനെ അൺവെർണലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിനകത്തേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വഴി. ഇറ്റ് ഇസ് നൗ വെൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് കോൾഡ് സ്റ്റിമുലസ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് കോൾഡ് സ്റ്റിമുലസിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. വെർണലൈസേഷൻ ഡസ് നോട്ട് in fact induce flowering all by itself. It only makes the plant ready for flowering. Vernalization ആക്ച്വലി ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യല്ല, പ്ലാന്റിനെ ഫ്ലവറിങ്ങിന് റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് പ്രോബബ്ലി ഷോർട്ടൻസ് എ പീരീഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫോർ ഏർലി ഫ്ലവറിങ്. വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ പീരീഡ് ഷോർട്ടൻ ചെയ്യുകയാണ് വെർണലൈസേഷൻ ചെയ്യുന്നത്. വെരി ലോ ടെമ്പറേച്ചർ ഓർ വെർണലൈസേഷൻ ഇസ് ബിലീവ്ഡ് ടു ഇൻഡ്യൂസ് എ ഫോർമേഷൻ ഓഫ് ഫ്ലവറിംഗ് ഹോർമോൺ കോൾഡ് വെർണാലിൻ, ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ്സ് ഫ്ലവറിംഗ്. ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് വഴി ഒരു ഫ്ലവറിംഗ് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആവും. അതിന് നമ്മൾ വെർണാലിൻ എന്നാണ് പറയുന്നത്. വെർണാലിനാണ് ഫ്ലവറിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഈവൻ ദോ സച്ച് എ സബ്സ്റ്റൻസ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഐസൊലേറ്റഡ്, ഇൻഡയറക്റ്റ് എവിഡൻസസ് ആർ ഇൻ സപ്പോർട്ട് ഓഫ് ദിസ് കൺസെപ്റ്റ്. നമുക്ക് അങ്ങനെ ഒരു സബ്സ്റ്റൻസിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. വെർണാലിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇൻഡയറക്റ്റ് എവിഡൻസസ് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഹാസ് ബീൻ നോട്ടീസ്ഡ് ദാറ്റ് ഹൈ ടെമ്പറേച്ചർ ഫോളോയിങ് ദ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് നള്ളിഫൈസ് ദ ഫ്ലവറിംഗ് ട്രീറ്റ്മെൻറ്റ്. ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിംഗ് ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ദിസ് സജസ്റ്റ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് മേ ബി മെറ്റബോളൈസ്ഡ് ഇഫ് ദ ലോ ടെമ്പറേച്ചർ ഈസ് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ബിക്കോസ് ദ പ്രോഡക്റ്റ് എസ്റ്റാബ്ലിഷസ് ഇറ്റ്സ് ഇഫക്റ്റ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കോൾഡ് ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് മെറ്റബോളൈസ്ഡ് ആയി പോകും. ലോ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ പ്രോഡക്റ്റ് അതിൻ്റെ എഫക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് മെറ്റബോളൈസ്ഡ് ആയി പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇഫ് ദ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഹൈ ടെമ്പറേച്ചർ, ദ അൺസ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് വെർണലൈസേഷൻ സ്റ്റാർട്ട്സ് അക്യുമുലേറ്റിംഗ്. ദിസ് അൺസ്റ്റേബിൾ സബ്സ്റ്റൻസ് ഇസ് ദെൻ കൺവേർട്ടഡ് ടു ദ സ്റ്റേബിൾ വെർണാലിൻ. ഈ കോൾഡ് ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തില്ല എങ്കിൽ വെർണലൈസേഷന് അൺസ്റ്റേബിൾ പ്രോഡക്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ വെർണാലിൻ എന്ന് പറയുന്നത്. ലോങ് ഇറ്റാലിയൻ 1957 ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗിബർലിൻസ് ക്യാൻ റീപ്ലേസ് ദ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വെർണലൈസേഷൻ ഇൻ മെനി പ്ലാന്റ്സ്. ഗിബർലിൻസ് പ്രൊവൈഡ് ചെയ്താലും കോൾഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വെർണലൈസേഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ലോങ് 1957 ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് സബ്സിക്വൻ്റ്ലി ഷോഡ് ദാറ്റ് ദ എൻഡോജീനിയസ് ലെവൽ ഓഫ് ഗിബർലിൻസ് വാസ് എൻഹാൻസ്ഡ് ഇൻ വെർണലൈസ്ഡ് പ്ലാന്റ്സ്. വെർണലൈസ്ഡ് പ്ലാന്റ്സ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗിബർലിൻസിൻ്റെ എൻഡോജീനിയസ് ആയിട്ടുള്ള ലെവല് ഹൈ ആയിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സിൻസ് വെർണാലിൻ ഹാസ് നോട്ട് ബീൻ ഐസൊലേറ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ്, ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് വെർണലൈസേഷൻ ദാറ്റ് ഇൻഡ്യൂസസ് ഫ്ലവറിംഗ് കുഡ് ബി എ പർട്ടിക്കുലർ ഗിബർലിൻ ഓർ എ മിക്സ്ചർ ഓഫ് ഗിബർലിൻസ്. വെർണാലിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് പ്രൊഡക്റ്റ് ഓഫ് വെർണലൈസേഷൻ എന്ന് പറയുന്നത് ഗിബർലിനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗിബർലിനോ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് ഗിബർലിൻസോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. However, the correct mechanism is still not known and needs thorough investigation. Correct mechanism ഇന്നും അറിയില്ല, thorough investigation വേണം. Next is devernalization. The flowering effect of cold treatments can be nullified if the plants are immediately treated with high temperatures. കോൾഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൾഡ് ട്രീറ്റ്മെൻറ്റ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്താൽ മതി. ദ റിവേഴ്സൽ ഓഫ് ദി ഇഫക്റ്റ് ഓഫ് വെർണലൈസേഷൻ ബൈ ഹൈ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ഡീവെർണലൈസേഷൻ. വെർണലൈസേഷൻ്റെ ഇഫക്റ്റ് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഡീവെർണലൈസേഷൻ എന്നാണ് പറയുന്നത്. ദിസ് ഷോസ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഫോം ഡ്യൂറിങ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഡിസ്ട്രോയ്ഡ് ബിഫോർ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു ദ സ്റ്റേബിൾ ഫോമിൽ നിന്ന് മനസ്സിലാകുന്ന കോൾഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ദ ഡീവെർണലൈസ്ഡ് പ്ലാന്റ്സ് ക്യാൻ ഹവർ ബി വെർണലൈസ്ഡ് അഗെയിൻ ബൈ സബ്സിക്വൻറ്റ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്. ഡീവെർണലൈസ് ചെയ്ത പ്ലാന്റ്സിനെ തിരിച്ച് വെർണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കോൾഡ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെർണലൈസേഷൻ. വെർണലൈസേഷൻ പ്രോബബ്ലി ഷോർട്ടൻസ് എ പീരിയഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫോർ ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ 3 ആസ്പെക്ട്സ്. വെർണലൈസേഷൻ ശരിക്കും വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ പീരീഡ് ഷോർട്ടൻ ചെയ്യുവാണ്. അതുവഴി ഏർലി ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും
ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇറ്റ് ഷോർട്ടൻസ് ദ പീരീഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത്. വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ പീരീഡ് ഷോർട്ടൻ ചെയ്യുന്നു. ഇറ്റ് എൻഷ്യൂർസ് ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. ഏർലി ആയിട്ട് ഫ്ലവർ ചെയ്യാനും ഫ്രൂട്ടിങ് ചെയ്യാനും അത് എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് എൻഹാൻസസ് കോൾഡ് റെസിസ്റ്റൻസ്. കോൾഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും വെർണലൈസേഷൻ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. In agriculture, germinating seeds are often treated with low temperatures to ensure flowering and fruiting at a preferred time in the same year. അഗ്രികൾച്ചറിനകത്ത് നമ്മൾ ജെർമിനേറ്റിംഗ് സീഡ്സിനെ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒരു പ്രിഫേർഡ് ടൈമിൽ തന്നെ സെയിം ഇയറിൽ നടക്കാൻ വേണ്ടിയിട്ട്. ബൈ ആർട്ടിഫിഷ്യൽ വെർണലൈസേഷൻ, winter wheat, the wheat sown in winter and blooming in summer, can be converted into spring wheat. Spring wheat is a wheat sown in spring and blooming in summer. ആർട്ടിഫിഷ്യൽ വെർണലൈസേഷൻ വഴി വിൻ്റർ വീറ്റിനെ നമുക്ക് സ്പ്രിംഗ് വീറ്റായിട്ട് മാറ്റാനായിട്ട് പറ്റും. വിൻ്റർ വീറ്റ് സാധാരണയായിട്ട് വിൻ്റർ സീസണിൽ സോ ചെയ്യുകയും സമ്മർ സീസണിൽ ബ്ലൂം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ സ്പ്രിംഗ് വീറ്റ് എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസണിൽ സോ ചെയ്തിട്ട് സമ്മർ സീസണിൽ ബ്ലൂം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിൻ്റർ വീറ്റിനെ നമുക്ക് സ്പ്രിംഗ് വീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ വെർണലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.